നമ്മൾ ഈ പുള്ളി എവിടെയാണ് കണ്ടിട്ടുള്ളത് സാധാരണ? നമ്മൾ കിണർ അറിയാലോ. ഓക്കെ, അപ്പോൾ കിണറിൽ നമ്മൾ വെള്ളം കോരാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? ഒരു പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ പുള്ളി അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പുള്ളിയിൽ എന്തൊക്കെ പാർട്ടുണ്ട്. ഈ പുള്ളി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ഡ്രം ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് ഇങ്ങനെയല്ലേ അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഡ്രം ഉണ്ടാവും, ഇതിന്റെ നടുക്കാണ് ഇങ്ങനെ ഒരു വീൽ. ഓക്കെ, ഇങ്ങനെ ഒരു വീൽ ഉണ്ടാവും, ഒരു ഗ്രൂവ്ഡ് വീലാണ്. എന്നിട്ട് ഈ കാണുന്ന ഒരു ഗ്രൂവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഗ്രൂവ്ഡ് വീലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കയർ എടുത്തിട്ടേക്കുന്നത് അല്ലേ. അപ്പോ അത് ഇങ്ങനെ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച്, കയറിങ്ങനെ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ആ വെള്ളം എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഇങ്ങനെ കയറി വരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പുള്ളി കാരണം എന്ത് ചെയ്യണം. നമ്മൾ ഇതാ കിണറെന്ന് പറയുന്നത് ഇതാണ് കിണറെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാ ഇങ്ങനെയാണല്ലോ നമ്മളൊരു ബക്കറ്റ് ഉള്ളത്. ഈ ബക്കറ്റ് ഇങ്ങനെ ഒരു കയറുണ്ടാവും. നമ്മൾ ഈ സൈഡിൽ എവിടെയെങ്കിലും നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ വലിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ലോഡ് ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? കയറി വരുന്നത് അല്ലേ. നമ്മൾ ലോഡ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ വലിക്കുന്ന ലോഡ് കയറി വരുന്ന ഡയറക്ഷൻ വേറെയാണ്, ആണല്ലോ. അപ്പോ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ പുള്ളിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ലോഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ വലിച്ചെടുക്കുന്ന ഈ ലോഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക? മാറ്റുക. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാരക്ടർ. ഓക്കെ, പുള്ളിയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ലോഡ്. ഇനി രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ചേഞ്ച് ദി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. രണ്ടാമത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. ഇനി മൂന്നാമത്തത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വാല്യൂ. ഓക്കെ, ഇനി മൂന്നാമത്തേത് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അപ്പോ ഈ മൂന്ന് ആവശ്യങ്ങൾ, ഓക്കെ, ഒന്നെന്താണ്? ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ലോഡ്, ഒന്ന് ചേഞ്ച് ദി മാഗ്നിറ്റ്യൂഡ്, ഒന്ന് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ മൂന്ന് ആവശ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പുള്ളീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫിക്സഡ് പുള്ളി. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫിക്സഡ് പുള്ളി. അതായത് നമ്മൾ കിണറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, കിണറിലെ ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ പോയിന്റ് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ എപ്പോഴും ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഈ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പുള്ളി എന്ത് ചെയ്യുന്നില്ല, പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യുന്നില്ല. പുള്ളി എങ്ങനെ ഇരിക്കുകയാണ്? ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അല്ലെ. ഒരു സൈഡ് സ്ഥലത്ത് പുള്ളി എങ്ങനെ ഇരിക്കുകയാണ്? പുള്ളി ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ലോഡ് വരുന്ന ഡയറക്ഷൻ ഇതാണ്, നമ്മൾ കൊടുക്കുന്ന എഫർട്ടിന്റെ ഡയറക്ഷൻ ഇതാണ് അല്ലെ. അപ്പൊ ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതെന്താണ്? ഫിക്സഡ് പുള്ളി. ഓക്കെ, ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന് എന്ത് പറയും? ഫിക്സഡ് പുള്ളി എന്ന് പറയും. ഇനി രണ്ടാമത് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, അതിനെ നമ്മൾ മൂവബിൾ പുള്ളി എന്ന് പറയും. ഓക്കെ, മൂവബിൾ പുള്ളി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു 100 ന്യൂട്ടൺ ലോഡ് നമുക്ക് എന്ത് ചെയ്യണം? റേസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഒരു മൂവബിൾ പുള്ളി, ഓക്കെ, മൂവ് ചെയ്യുന്ന പുള്ളിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ എഫർട്ട് നമ്മൾ സെയിം ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ലെസ്സർ ലോഡ് കൊടുത്താൽ മതി. മനസ്സിലായോ? ലെസ്സർ എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഡ് എന്ത് ചെയ്തോളും? കയറി വന്നോളും. മനസ്സിലായോ? ലെസ്സർ എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഡ് എന്ത് ചെയ്തോളും? കയറി വന്നോളും. പക്ഷെ ഇത് ഒരു സ്ഥലത്ത് എന്തല്ല, ഈ പുള്ളി ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ടിരിക്കുകയല്ല, മൂവബിൾ ആണ്. അപ്പൊ മൂവബിൾ പുള്ളിക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ? മൂവബിൾ പുള്ളിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതായത് കുറച്ച് എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഡിന് എന്ത് ചെയ്യാൻ പറ്റും? റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്യുന്നത് എന്ത് ടൈപ്പ് പുള്ളിയാണ്? മൂവബിൾ പുള്ളി. ഇനി അടുത്ത ടൈപ്പ് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാൻ പറ്റണം, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോ എന്താണ്? കോമ്പൗണ്ട് പുള്ളി. കോമ്പൗണ്ട് പുള്ളി വേറൊന്നുമില്ല, ഈ സിസ്റ്റത്തിൽ ഒരു ഫിക്സഡ് പുള്ളി ഉണ്ടാവും, ഒരു മൂവബിൾ പുള്ളി ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. മനസ്സിലായോ? ഒരു ഫിക്സഡ് പുള്ളി ഉണ്ടാവും, ഒരു മൂവബിൾ പുള്ളി ഉണ്ടാവും. അപ്പോ നമ്മൾ വേറൊരു ഡയറക്ഷനിൽ നിന്ന്, ഓക്കെ, മറ്റൊരു ഡയറക്ഷനിൽ നിന്ന്
ഒരു കുറച്ച് കൂടിയ ഒരു ലോഡിനെ നമ്മൾ ഒരു കുറഞ്ഞ എഫർട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റും. അതങ്ങനെ എന്താണ് കോമ്പൗണ്ട് പുള്ളി. അപ്പൊ ഏതൊക്കെയാണ് 3 ടൈപ്പ് പുള്ളി എന്തൊക്കെയാണ്? ഒന്ന് ഡയറക്ഷൻ, ഓക്കെ, ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലോഡ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫിക്സഡ് പുള്ളി എന്ന് പറയും. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്